ഹായ് ഹലോ. ഇന്ന് നമ്മൾ LP UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കേരള നവോത്ഥാനം എന്ന ഭാഗത്ത് മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ, ഭാരത കേസരി എന്നൊക്കെ അറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭൻ. നോക്കാം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ്. 1878 ജനുവരി 2-ാം തീയതി 1878 ജനുവരി മാസം 2-ാം തീയതി ചങ്ങനാശ്ശേരിയിൽ പെരുന്ന, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന സ്ഥലത്താണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്. 1878 ജനുവരി മാസം 2-ാം തീയതി മന്നത്ത് തറവാട്ടിൽ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന സ്ഥലത്ത് മന്നത്ത് തറവാട്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഈശ്വരൻ നമ്പൂതിരിയുടെയും മന്നത്ത് പാർവതി അമ്മയുടെയും മകനായിട്ട് ഇദ്ദേഹം ജനിച്ചു. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹത്തിന് ഭാരത കേസരി എന്ന ബഹുമതി ലഭിച്ച വർഷം 1959. 1959 ഭാരത കേസരി എന്ന ബഹുമതി മന്നത്ത് പത്മനാഭന് ലഭിക്കുന്നത്. ആരാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ബഹുമതി നൽകുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇദ്ദേഹത്തിന് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയത്. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഭാരത കേസരി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തിന് ഈ ഒരു വിശേഷണം കൊടുത്തത് ആരാണ്? സർദാർ KM പണിക്കർ. നമ്മുടെ പഴശ്ശിരാജയെക്കുറിച്ച്, കേരള സിംഹം എന്ന അഭിസംബോധന ചെയ്ത പഴശ്ശിരാജയെക്കുറിച്ച് കേരള സിംഹം എന്ന പുസ്തകം എഴുതിയ സർദാർ KM പണിക്കരാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത്. ഓക്കെ അല്ലേ ഈ 2 പോയിന്റ്സ്? ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരുമ്പോൾ 1914 ഒക്ടോബർ 31-ാം തീയതിയാണ് ഇദ്ദേഹം NSS, നായർ സർവീസ് സൊസൈറ്റി ആരംഭിക്കുന്നത്. NSS ആരംഭിക്കുന്ന വർഷം 1914 ഒക്ടോബർ 31-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ, മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊണ്ട ഒരു സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. മന്നത്ത് പത്മനാഭനോടൊപ്പം നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച മറ്റുള്ള ആളുകളാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അമ്പലപ്പാട്ട് ദാമോദരനാശാൻ, കളത്തിൽ വേലായുധൻ നായർ. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഓക്കെ, മന്നത്ത് പത്മനാഭനോടൊപ്പം നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ നായർ സർവീസ് സൊസൈറ്റി, നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മന്നത്ത് പത്മനാഭനോടൊപ്പം പ്രവർത്തിച്ച മറ്റാളുകളാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയും അമ്പലപ്പാട്ട് ദാമോദരനാശാനും കളത്തിൽ വേലായുധൻ നായരും. ഓക്കെ അല്ലേ? ഇനി ഈ മന്നത്ത് പത്മനാഭന് മുൻപേ തന്നെ നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച മറ്റ് 2 ആളുകളുണ്ടായിരുന്നു. അവരാണ് ഒന്ന് CV രാമൻ പിള്ള, മറ്റൊരാളാണ് കൃഷ്ണപിള്ള. CV രാമൻ പിള്ളയും കൃഷ്ണപിള്ളയും നമ്മുടെ നായർ സമുദായത്തിന് വേണ്ടി മുന്നേ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയ ആളുകളായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു വന്നത് നായർ സർവീസ് സൊസൈറ്റിയെ കുറിച്ചാണ്. അപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപിച്ച ഡേറ്റ് ഒന്നും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. 1914 ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടനയുടെ മാതൃകയിലാണ് എന്ത് ചെയ്തത്? NSS രൂപീകരിച്ചത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ മലയാളി സഭ, അതുപോലെ തന്നെ കേരളീയ നായർ സംഘടന എന്നീ പേരുകളിലും കൂടി NSS അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പെരുന്ന ആസ്ഥാനമായി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് പെരുന്ന ആസ്ഥാനമായിട്ടാണ് ഈ ഒരു NSS നിലവിൽ വരുന്നത്. പിന്നെ നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു ഈ NSSൻ്റെ ആദ്യ പേര്. ഈ നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണം മേനോൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. കണ്ണം മേനോനാണ് നായർ ഭൃത്യജന സംഘം എന്ന NSSന് ആദ്യം പേരിട്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നീട് ഈ നായർ ഭൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS എന്ന് പേരാക്കി മാറ്റുകയാണ്.
അങ്ങനെ പേരാക്കി മാറ്റിയ വർഷം 1915. 1915 NSS എന്ന പേര് വരുന്നത്. പക്ഷേ ഈ ഒരു സംഘടന നായർ വൃത്തിജന സംഘം എന്ന പേരിൽ തുടങ്ങിയത് 1914 ഒക്ടോബർ 31. 1915 ജൂലൈ 11 എന്ത് ചെയ്യുന്നത്, NSS എന്ന പേര് സ്വീകരിക്കുന്നത്. ഈ NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമപിള്ളയാണ്. പരമപിള്ള NSS എന്ന പേര് നിർദ്ദേശിച്ചു. കണ്ണമ്മേനോൻ നായർ വൃത്തിജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചു. അപ്പോൾ ഈ നായർ വൃത്തിജന സംഘം എന്ന പേരിലാണ് NSS സ്റ്റാർട്ട് ചെയ്തത് എന്ന് 1914 ഒക്ടോബർ 31. ഏകദേശം ഒരു വർഷം തികയുന്നതിന് മുന്നേ തന്നെ ആ പേര് മാറ്റിയിട്ട് NSS എന്ന പേര്, കെ പരമപിള്ളയുടെ നിർദ്ദേശപ്രകാരം NSS എന്ന പേരിൽ ഈ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. പിന്നീട് NSSന്റെ നേതൃത്വത്തിൽ തന്നെ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടക്കുന്നുണ്ട്. തൊട്ടടുത്ത വർഷമാണ് 1916. 1916 NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനവും നടക്കുന്നുണ്ട്. പിന്നെ NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അത് കെ കേളപ്പനാണ്. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പനും പിന്നെ NSSന്റെ സെക്രട്ടറി, ഈ NSSന്റെ എസും സെക്രട്ടറിയുടെ എസും തമ്മിൽ കണക്ട് ചെയ്യുക. NSSന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, മന്നത്ത് പത്മനാഭൻ സെക്രട്ടറി ആയിരുന്നു. ഇനി ഇതേ കാര്യം നമ്മൾ മറ്റൊരു രീതിയിൽ പഠിക്കും. എങ്ങനെ? നമ്മുടെ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി. അത് ഫോം ചെയ്തത് 1931. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയിൽ പ്രസിഡന്റും NSSന്റെ സെക്രട്ടറി ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് വരികയാണ്. പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെക്കുറിച്ചായിരുന്നു? NSS ഫോം ചെയ്ത കാര്യമാണ് അല്ലേ. 1914 ഒക്ടോബർ 31 കോട്ടയം ജില്ലയിലെ പെരുന്ന ആസ്ഥാനമായിട്ടാണ് NSS പ്രവർത്തനം ആരംഭിച്ചത്. NSSന്റെ മുഖപത്രമാണ് സർവീസ്. കറുകച്ചാലിൽ നിന്നാണ് ഈ ഒരു മുഖപത്രം പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ മന്നത്ത് പത്മനാഭൻ പറയുകയാണ്, എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ്. NSSന്റെ മുഖപത്രം സർവീസ് ആണ്. സർവീസ് എന്ന മുഖപത്രം ആരംഭിച്ചത് കറുകച്ചാലിൽ നിന്നാണ് കേട്ടോ. പിന്നീട് വരുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മുടെ NSS രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. അത് 1925. 1925 എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ NSSന്റെ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ എന്ന്. NSSന്റെ പ്രസിഡന്റ് ആയിട്ടും നമ്മുടെ മന്നത്ത് പത്മനാഭൻ വരുന്നുണ്ട്. അത് 1945. 1945 മന്നത്ത് പത്മനാഭൻ NSSന്റെ പ്രസിഡന്റ് ആകുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് NSSന്റെ സെക്രട്ടറി ആ ഒരു പൊസിഷനാണ്. അത് ആദ്യത്തെ ആണല്ലോ ചോദിക്കുന്നത്. ആദ്യത്തെ സെക്രട്ടറി ആരാന്ന് ചോദിക്കുമ്പോൾ മന്നത്ത് പത്മനാഭനാണ്. ആദ്യത്തെ പ്രസിഡന്റിനെയാണ് ചോദിക്കാറ്. അത് കെ കേളപ്പനുമാണ്. മനസ്സിലായോ? ഓർമ്മയിലേക്ക് വെക്കാൻ പറഞ്ഞതാണ്. മന്നത്ത് പത്മനാഭൻ NSSന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ അത് ശരിയാണ്. അത് വന്നിട്ടുള്ള വർഷം 1945. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ട കുറച്ച് മറ്റു പോയിന്റ്സിലേക്ക് വരാം. അതായത് മന്നത്ത് പത്മനാഭൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹം അഡ്വക്കേറ്റ് ഒക്കെ ആകുന്നുണ്ട്. 1905 ശ്രീമൂലം പ്രജാസഭയിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇദ്ദേഹം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സവർണ ജാഥ സംഘടിപ്പിക്കുകയാണ്. സവർണ ജാഥ സംഘടിപ്പിക്കുന്ന വർഷം 1924 ഒക്ടോബർ 1. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിക്കുന്നത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നുള്ളതും കൂടി ഓർത്തു വെക്കണം. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്തായിരിക്കും? TK മാധവൻ എന്നായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? വൈക്കം സത്യാഗ്രഹം എന്ന് മാത്രം വായിക്കും, TK മാധവൻ കൊണ്ട് ബബിൾ ചെയ്യും. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ 10th പ്രിലിംസ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തി ആരാണ്? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആരായിരുന്നു? TK മാധവനായിരുന്നു. സെക്കൻഡ് ഓപ്ഷൻ മന്നത്ത് പത്മനാഭനായിരുന്നു. ആൻസർ ആരാണ്? മന്നത്ത് പത്മനാഭനാണല്ലേ. അപ്പോൾ സവർണ ജാഥ സംഘടിപ്പിച്ച വർഷം 1924 ഒക്ടോബർ 1 എവിടെ നിന്ന് എവിടെ വരെ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. ഇനി
നമ്മൾ പറഞ്ഞു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. വർഷം അറിയാലോ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വർഷം 1931. പിന്നീട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം INC-യിൽ അംഗത്വം എടുക്കുന്നുണ്ട്. 1947 ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അംഗമാവുകയാണ്. 1947 തന്നെ മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അതും PSC പലാവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. 1947 മെയ് 5 എന്താണ്? മുതുകുളം പ്രസംഗമാണ്. മുതുകുളം പ്രസംഗം 1947 മെയ് 5 മുതുകുളം പ്രസംഗം നടത്തുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ എന്താണ് ഈ മുതുകുളം പ്രസംഗം? അതായത് ഉത്തരവാദിത്ത ഭരണത്തിനായിട്ട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മന്നത്ത് പത്മനാഭൻ മുതുകുളം പ്രസംഗം നടത്തിയത്. ആ കാരണത്താലാണ് ഈ പ്രസംഗം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഓക്കെ, വർഷം നോട്ട് ചെയ്യുക, ഡേറ്റ് നോട്ട് ചെയ്യുക. 1947 മെയ് 5 മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. മുതുകുളം പ്രസംഗം ഇമ്പോർട്ടൻ്റ് ആണ്. PS മുൻപ് ഡേറ്റും ഇയർ അടക്കം ചോദിച്ചിരിക്കുന്നു. അപ്പോൾ 1947 മെയ് 5 മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയിട്ട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിട്ടായിരുന്നു ഈ ഒരു മുതുകുളം പ്രസംഗം ഇദ്ദേഹം നടത്തുന്നത്. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് വന്നത്. എന്താണ്? ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയിട്ട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച മന്നത്ത് പത്മനാഭത്തിന്റെ പ്രസംഗമാണ് 1947 മെയ് 5 മുതുകുളം പ്രസംഗം. ഇനി വരുന്നത് 1949. മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്ന വർഷമാണ് 1949. 1949 ഇദ്ദേഹം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗത്വം എടുക്കുന്നു. പിന്നീട് 1950 ഒരു രാഷ്ട്രീയ പാർട്ടി ഫോം ചെയ്യുകയാണ്. ആരൊക്കെ ചേർന്നിട്ടാണ്? ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്ന പേരിൽ R ശങ്കറിനോടൊപ്പം ചേർന്ന് 1950 ഇദ്ദേഹം ഒരു പാർട്ടി ഫോം ചെയ്തു. ആ പാർട്ടിയുടെ പേരാണ് എന്ത്? ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ഫോം ചെയ്തത് ആരൊക്കെ ചേർന്നാണ്? മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്നാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ഫോം ചെയ്യുന്നത്. വർഷം 1950. പിന്നീട് R ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് തന്നെ ഒരു സംഘടന കൂടി കൊണ്ടുവരുന്നുണ്ട്. ആ സംഘടനയുടെ പേരാണ് ഹിന്ദു മഹാമണ്ഡലം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന കൂടിയിട്ട് R ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് സ്ഥാപിക്കുന്നു. അതിൻ്റെ പേരാണ് എന്ത്? ഹിന്ദു മഹാമണ്ഡലം. ഓക്കെ, ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി വേറെ, അതുപോലെ ഹിന്ദു മഹാമണ്ഡലം വേറെ. ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടിയാണ്. മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്ന് സ്ഥാപിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഹിന്ദു മഹാമണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു, അതൊരു സംഘടനയാണ്. R ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് തന്നെ സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ടില്ലല്ലോ. ഇനി മന്നത്ത് പത്മനാഭനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു സമരമാണ് വിമോചന സമരം. എന്താണ് ഇമ്പോർട്ടൻസ്? 1959 ജൂൺ 12 വിമോചന സമരം ആരംഭിക്കുന്നത്. വിമോചന സമരം ആരംഭിക്കുന്ന ഡേറ്റ് ആണ് 1959 ജൂൺ 12. അതായത് EMS മന്ത്രിസഭയ്ക്ക് അല്ലെ മന്ത്രിസഭയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വിമോചന സമരം. എന്താണ്? EMS മന്ത്രിസഭയെ പുറത്താക്കാനായിട്ട് നമ്മുടെ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വിമോചന സമരം എന്ന് പറയുന്നത്. ഈ വിമോചന സമരം എന്ന വാക്ക് കൊണ്ടുവന്നത് ആരാന്നറിയാമോ? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. എന്താണ് ഈ വിമോചന സമരത്തിന് കാരണം? ആ സമയത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. നമുക്കറിയാവുന്നതാണ് അല്ലേ? EMS മന്ത്രിസഭയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ് ജോസഫ് മുണ്ടശ്ശേരി. അപ്പോൾ ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിനെതിരായിട്ടാണ് ഈ ഒരു വിമോചന സമരം നടക്കുന്നത്. അപ്പോൾ വിമോചന സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിനവസാനമായിട്ട് മന്നത്ത് പത്മനാഭൻ മനസ്സിൽ
ആലോചിച്ചു വെച്ച ആ ഒരു തീരുമാനം പോലെ തന്നെ 1959 ജൂലൈ 31 വിമോചന സമരത്തിന്റെ ഫലമായിട്ട് EMS മന്ത്രിസഭയെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡേറ്റ് PYQ ആണ്. വിമോചന സമരത്തിന്റെ ഫലമായിട്ട് EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട ഡേറ്റ് എന്നാണ് 1959 ജൂലൈ 31. 1959 ജൂലൈ 31 EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. പിന്നെ ഒരു പോയിന്റ് പഠിക്കാനായിട്ടുള്ളത് മന്നത്ത് പത്മനാഭൻ ജീവശിഖ യാത്ര നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയാണ്? അടുത്തൊരു ചോദ്യമാണത്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ജീവശിഖ യാത്ര നടത്തിയത് മന്നത്ത് പത്മനാഭൻ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സവർണ ജാഥ, അത് മാറിപ്പോവരുത്. സവർണ ജാഥയാണെങ്കിൽ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. അതിൻ്റെ ഡേറ്റ് എന്നാണ്? 1924 അല്ലേ? 1924 ഒക്ടോബർ 1 പിന്നെ വരുന്നത് വിമോചന സമരം 1959 ജീവശിഖ യാത്ര അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ്. ആ ഒരു പ്ലേസ് ഓർത്ത് വെച്ചേക്കണം, മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി കുറച്ച് അദ്ദേഹത്തിൻ്റെ വർക്ക്സും അദ്ദേഹത്തിൻ്റെ ആത്മകഥകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന പേര് പറഞ്ഞ് 2 പേരുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും റാങ്ക് ഫയലിലൊക്കെ. അപ്പോൾ തോട്ടക്കാട്ട് മാധവി അമ്മ, അതുപോലെ B കല്യാണിക്കുട്ടിയമ്മ, ഇങ്ങനെ 2 പേരുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മന്നത്ത് പത്മനാഭന്റെ ആദ്യ ഭാര്യയായിരുന്നു കല്യാണിക്കുട്ടിയമ്മ. ഓക്കെ, B കല്യാണിക്കുട്ടിയമ്മയാണ് കേട്ടോ. B കല്യാണിക്കുട്ടിയമ്മ. ഇപ്പം B കല്യാണിക്കുട്ടിയമ്മ അന്തരിച്ചപ്പോഴാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? തോട്ടേക്കാട്ട് മാധവി അമ്മയെ വിവാഹം കഴിക്കുന്നത്. തോട്ടേക്കാട്ട് മാധവി അമ്മയെയാണ് ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത്. തോട്ടേക്കാട്ട് മാധവിയമ്മയെക്കുറിച്ച് പറയുമ്പോൾ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിട്ടുള്ള ആദ്യ വനിതയാണ് തോട്ടേക്കാട്ട് മാധവിയമ്മ. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടേക്കാട്ട് മാധവിയമ്മ. അതുപോലെ 1929 നടന്ന NSSന്റെ ആദ്യ വനിതാ സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്ന വ്യക്തിയും തോട്ടേക്കാട്ട് മാധവിയമ്മയാണ്. 1929 നടന്ന NSSന്റെ ആദ്യ വനിതാ സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്നതും തോട്ടേക്കാട്ട് മാധവിയമ്മയാണ്. ഈ തോട്ടേക്കാട്ട് മാധവി അമ്മയുടെ 2 ബുക്കുകൾ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് പുസ്തകം തത്വചിന്ത എന്നൊരു ബുക്കുണ്ട്. അതുകൂടാതെ തന്നെ ഹേമപഞ്ചരം എന്ന് പറഞ്ഞിട്ട് 2 പുസ്തകങ്ങൾ. ഓക്കെ, അപ്പോൾ തോട്ടേക്കാട്ട് മാധവി അമ്മയുടെ 2 പുസ്തകങ്ങളാണ് തത്വചിന്തയും ഹേമപഞ്ചരവും. ഇനി നമുക്ക് മന്നത്ത് പത്മനാഭന്റെ കൃതികളെക്കുറിച്ച് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്നത്ത് പത്മനാഭന്റെ കുറച്ച് കൃതികളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം പഞ്ചകല്യാണി നിരൂപണം കൃതികൾ. ഓക്കെ, കൃതികളിൽ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കേണ്ടത് പഞ്ചകല്യാണി നിരൂപണം. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പഞ്ചകല്യാണി നിരൂപണം ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. കാരണം നമ്മൾ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ പഠിക്കുമ്പോൾ അവിടെയും കുറേ നിരൂപണം എന്ന പേരിൽ കുറേ കൃതികളുണ്ട്. അപ്പം പഞ്ചകല്യാണി നിരൂപണം എന്ന കൃതി രചിച്ചത് നമ്മുടെ മന്നത്ത് പത്മനാഭനാണ്. പിന്നെ മറ്റൊരെണ്ണാണ് ഞങ്ങളുടെ FMS യാത്ര. ഈ FMS എന്നാൽ എന്താണ്? അത് ഫെഡറേറ്റഡ് മലായ് സ്റ്റേറ്റ്സ് എന്നാണ് കേട്ടോ. ഫെഡറേറ്റഡ് മലായ് സ്റ്റേറ്റ്സ് എന്നാണ് എൻ്റെ ഫുള്ള്. അപ്പോൾ ഞങ്ങളുടെ FMS യാത്ര എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. പിന്നെ ഒരു നോവലാണ് സ്നേഹലത എന്നത് മന്നത്ത് പത്മനാഭൻ്റെ നോവലാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഭാഗത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. എന്താണ് ആത്മകഥയുടെ പേര്? എൻ്റെ ജീവിത സ്മരണകൾ. ഈ എൻ്റെ ജീവിത സ്മരണകൾ എന്ന പേരിൽ മറ്റൊരാളുടെയും ആത്മകഥയുണ്ട്. അത് ആരുടെ പേരാന്ന് നിങ്ങൾക്ക് പറയാമോ? കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ആരാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്ന പേരുള്ള ആത്മകഥ രചിച്ചത്? ആദ്യം മന്നത്ത് പത്മനാഭനെ കൂടാതെ മറ്റൊരാൾ കൂടി എഴുതിയിട്ടുണ്ട്. ഒരു കലാകാരനാണ്. ആരാന്നും കൂടി പറയണം. ഓക്കെ, എൻ്റെ ജീവിത സ്മരണകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വർഷം കൂടി നോട്ട് ചെയ്യുക, 1957. ഇനി 1966 മന്നത്ത് പത്മനാഭന്
പത്മഭൂഷൺ ലഭിക്കുന്നുണ്ട് കേട്ടോ. 1966 മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ആ ഈ ഒരു ഇയർ മറന്നു പോകാതെ ഓർക്കണം. പിന്നെ ഇദ്ദേഹം അന്തരിച്ചത് 1970 ഡേറ്റ് കൂടി പറയാം. 1970 ഫെബ്രുവരി മാസം 25 1970 ഫെബ്രുവരി മാസം 25-ാം തീയതി ഇദ്ദേഹം അന്തരിച്ചു. ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് 1989 പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. 1989 ഇന്ത്യൻ തപാൽ വകുപ്പ് മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായിക്കൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഇനി 2014 മുതൽ 2014 ജനുവരി 2 2014 ജനുവരി 2 മുതൽ മന്നം ജയന്തി പൊതു അവധിയായി കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. കേരള ഗവൺമെൻറ് മന്നം ജയന്തി അതായത് ജനുവരി 2-ാം തീയതി പൊതു അവധിയായി പ്രഖ്യാപിച്ചത് 2014 മുതലാണ്. ഓക്കെ അല്ലേ? ഇനി വിട്ടുപോയ 1-2 പോയിന്റ്സ് കൂടി ആഡ് ചെയ്യാണ്. നമ്മൾ നായർ സർവീസ് സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞില്ലേ? നായർ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ അല്ലേ? പെരുന്ന ആസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു സംഘടനയായിരുന്നു ഇതെന്ന് അല്ലേ? നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി മൂലധന ശേഖരണത്തിനായിട്ട് ഉൽപ്പന്ന പിരിവിന് വേണ്ടിയിട്ട് വീടാന്തരം കയറി ഇറങ്ങാനായിട്ട് NSS തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്ത് ആലപിക്കാനായിട്ട് പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗീതം രചിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണത്? അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. ഇത് കേട്ടാണല്ലോ അല്ലേ? ഈ ഒരു പ്രാർത്ഥനാ ഗീതം എഴുതി തയ്യാറാക്കിയത് ആരാണ്? പന്തളം KP രാമൻ പിള്ളയാണ്. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പന്തളം KP രാമൻ പിള്ളയാണ് ഈ ഒരു പ്രാർത്ഥനാ ഗീതം എഴുതി തയ്യാറാക്കിയത്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ള പ്രാർത്ഥനാ ഗീതം. അപ്പോൾ അത് NSSന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് കൂടി ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ച വർഷമാണ് 1966. പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷമാണ് 1989. ഇനി നമുക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചത് മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ്. 1878 ജനുവരി മാസം 2-ാം തീയതിയാണ് ഇദ്ദേഹം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിൽ മന്നത്ത് തറവാട്ടിൽ ജനിക്കുന്നത്. ഓക്കെ. ഭാരത കേസരി എന്ന പുരസ്കാരം 1959 രാജേന്ദ്ര പ്രസാദിൽ നിന്ന് ഇദ്ദേഹം ഏറ്റുവാങ്ങി അല്ലേ? ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പിന്നെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ മന്നത്തിനെ ഈ ഒരു രീതിയിൽ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ് കേട്ടോ. പിന്നെ NSS ആരംഭിച്ചത് നായർ വൃത്തിജന സംഘം എന്ന പേരിലാണ് ആരംഭിക്കുന്നത്. വർഷം 1914 ഒക്ടോബർ 31-ാം തീയതിയാണ്. പിന്നീട് 1915 ജൂലൈ 11-ാം തീയതിയാണ് NSS എന്ന പേര് ഇത് സ്വീകരിക്കുന്നത്. പെരുന്നയാണ് ആസ്ഥാനം. കോട്ടയം ജില്ലയിലെ പെരുന്ന. മുഖപത്രമാണ് സർവീസ്. കറുകച്ചാലിൽ നിന്നാണ് സർവീസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണ്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ്. പിന്നെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം 1925 ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. NSSൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. പ്രസിഡന്റ് K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം പഠിക്കുമ്പോൾ നേരെ തിരിച്ചു പഠിക്കണം അല്ലേ? പിന്നെ സവർണജാഥയുടെ ഡേറ്റ് 1924 നവംബർ 1 കേട്ടോ. സവർണജാഥ സംഘടിപ്പിച്ചത് അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമല്ലേ ഇത്? മാറി പറഞ്ഞതാണ്. അപ്പോൾ നോട്ട് എഴുതുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒക്ടോബർ 1 നവംബർ 1 കേട്ടോ. 1924 നവംബർ 1 സവർണജാഥ ആരംഭിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത് നവംബർ 12 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഡേറ്റ് ഒന്ന് മാറി നിങ്ങൾ പഠിക്കണം. നവംബർ 1 വൈക്കത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നത് നവംബർ 12 അപ്പോൾ സവർണജാഥ ഇദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നത് ഗാന്ധിജിയുടെ നിർദ്ദേശാനുസരണമാണ് അല്ലേ? നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അയിത്തം മതിലിനകത്ത് ഒളിച്ചിരിക്കുന്നു എന്നൊക്കെ സവർണജാഥയുമായി ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭൻ ഒരു ഡിക്ലറേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ?
അപ്പോൾ എന്തോ മാറി പറഞ്ഞു പോയതാണ്. 1924 നവംബർ 1 സവർണ ജാഥ സ്റ്റാർട്ട് ചെയ്തത്. ഡേറ്റ് നിങ്ങൾ തിരുത്തണം. വീണ്ടും ഞാൻ പറയുകയാണ് കേട്ടോ. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? നമ്മുടെ മന്നത്ത് പത്മനാഭൻ. 1945 മന്നത്ത് പത്മനാഭൻ NSSന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിച്ചാൽ നമ്മളത് കറക്റ്റായിട്ട് പറയണം. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് ആദ്യത്തെ സെക്രട്ടറിയും പ്രസിഡന്റുമാണ് പഠിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ NSSന്റെ ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനും പ്രസിഡന്റ് KK അളപ്പനുമാണ്. എന്നാൽ 1945 ഇദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ 1947 INCയിൽ അംഗമാകുന്നുണ്ട്. 47 മെയ് 5 മുതുകുളം പ്രസംഗം നടത്തി അല്ലേ? മന്നത്ത് പത്മനാഭൻ മുതുകുളം പ്രസംഗം നടത്തി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുതുകുളം പ്രസംഗം ഇദ്ദേഹം നടത്തുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 1949 ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെമ്പർ ആവുന്നുണ്ട്. 1950 ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി R ശങ്കറിനോടൊപ്പം ചേർന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഫോം ചെയ്തു. പിന്നെ മറ്റൊരു സംഘടനയും കൂടെ അവർ കൂടി ഫോം ചെയ്തില്ലേ? അത് ഹിന്ദു മഹാമണ്ഡലമാണ്. മന്നത്ത് പത്മനാഭൻ R ശങ്കറിന്റെ സഹായത്തോട് കൂടിയിട്ട് സ്ഥാപിച്ച സംഘടന. ഓക്കെ. ഇനി വിമോചന സമരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1959 ജൂൺ 12 ആരംഭിച്ച വിമോചന സമരം എന്തിനു വേണ്ടിയിട്ടാണ്? EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ? അതായത് ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിനെതിരായിരുന്നു വിമോചന സമരം. ഓക്കെ. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ചെറിയ തുറ വെടിവെപ്പ് എന്നത് വിമോചന സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയ സംഭവമാണ്. 1959 ജൂലൈ 31 EMS മന്ത്രിസഭ പിരിച്ചുവിടുന്നുണ്ട്. പിന്നീട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ജീവശിഖായാത്ര അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് കേട്ടോ. അതും ഈ വിമോചന സമരത്തിന്റെ ഭാഗമായി തന്നെ നടന്ന ഒരു യാത്രയാണ് ജീവശിഖായാത്ര. നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭനാണ്. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ആയിരുന്നു എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ പേര് പറഞ്ഞു. ബി കല്യാണിക്കുട്ടിയമ്മയായിരുന്നു ആദ്യ ഭാര്യ. അവർ മരിച്ചതിന് ശേഷമാണ് തോട്ടേക്കാട്ട് മാധവി അമ്മയെ വിവാഹം കഴിക്കുന്നത്. തോട്ടേക്കാട്ട് മാധവി അമ്മ എന്ന് പറയുമ്പോൾ അവരുടെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു. 1929 NSSന്റെ ആദ്യത്തെ വനിതാ സമ്മേളനം നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ അധ്യക്ഷയായിരുന്നു തോട്ടേക്കാട്ട് മാധവി അമ്മ. പിന്നെ ഒരു പോയിന്റ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത കൂടിയായിരുന്നു തോട്ടേക്കാട്ട് മാധവി അമ്മ. പിന്നെ ഇവരുടെ 1-2 കൃതികൾ പറഞ്ഞു അല്ലേ? തത്വചിന്ത, അതുപോലെ പിന്നെന്തായിരുന്നു? ഹേമപഞ്ചരം എന്നുള്ളത് ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കൃതികളാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് മന്നത്തിൻ്റെ കൃതികളെക്കുറിച്ചാണ്. പഞ്ചകല്യാണി നിരൂപണം, ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. കാരണം ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ഒരുപാട് കൃതികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നിജാനന്ദ വിലാസം, പിന്നെ എന്തൊക്കെയോ നിരൂപണങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ കുറച്ച് നിരൂപണങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 നിരൂപണങ്ങളോളം നമ്മൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പഠിച്ചപ്പോൾ ആ ഒരു ഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറിപ്പോവരുത്. പഞ്ചകല്യാണി നിരൂപണം എന്നുള്ളത് നമ്മുടെ മന്നത്ത് പത്മനാഭൻ്റെ കൃതിയാണ്. പിന്നെ ഞങ്ങളുടെ FMS യാത്ര, സ്നേഹലത എന്ന നോവല്, കൂടാതെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകളുടെ വർഷം 1957 1966 പത്മഭൂഷൺ ലഭിക്കുന്നുണ്ട്. 1970 ഫെബ്രുവരി 25 ഇദ്ദേഹം അന്തരിച്ചു. പിന്നെന്താണ്? 1989 പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ മന്നം ജയന്തി പബ്ലിക് ഹോളിഡേ ആയിട്ട് കേരള ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്ത ഡേറ്റാണ് 2014 ജനുവരി 2. അന്ന് മുതൽ ഇങ്ങോട്ട് മന്നം ജയന്തി നമുക്ക് പൊതു അവധിയാണ് അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ഈ ഭാഗത്തു നിന്ന് PSC ഒരുപാട് ചോദ്യങ്ങൾ, മുതുകുളം പ്രസംഗത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ജീവിത സ്മരണകളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? നോവൽ ചോദിച്ചിട്ടുണ്ട്. സ്നേഹലത എന്ന നോവൽ അത് ചോദിച്ചിട്ടുണ്ട്. NSSൻ്റെ ആദ്യത്തെ സെക്രട്ടറിയും പ്രസിഡൻറ്റും മാറി ചോദിക്കാറുള്ളതാണ്. സർവീസസിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ NSS നമ്മൾ റാങ്ക് ഫയലൊക്കെ എടുത്ത് നോക്കുമ്പോൾ NSSൻ്റെ ആദ്യത്തെ കരയോഗം നടന്നത് എവിടെയാണ്, ആദ്യത്തെ സ്കൂൾ എവിടെയാണ്, സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ആരാണ്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു പോകാത്തത് കേട്ടോ. അപ്പോൾ ഏത് റാങ്ക് ഫയൽ എടുത്ത് നോക്കിയാലും അതൊക്കെ അവിടെ കാണും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടാതെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും വിട്ടുപോകരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അവിടേക്ക് ജോയിൻ ചെയ്യുക. അവിടെ റിവിഷൻ പ്ലാനുകൾ നടക്കുന്നുണ്ട്, വീക്കിലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഓരോ ചാപ്റ്റർ SCRT ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യൂസുകളൊക്കെ നമ്മൾ മാക്സിമം പരിചയപ്പെടുന്നുണ്ട്. ഇതിനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് മാക്സിമം ഫ്രീ ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ടെലഗ്രാമിലേക്ക് കൂടി ജോയിൻ ചെയ്തേക്കുക. ഓക്കെ, ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക്